മണി എസ്തെറ്റിക് എന്താണ് ഓൾഡ് മണി എസ്തെറ്റിക് എന്ന് പറയുന്നത്? ഓൾഡ് മണി എസ്തെറ്റിക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലുക്ക് അല്ല, അതൊരു ലൈഫ് സ്റ്റൈലാണ്. അതിൽ ഹെറിറ്റേജ്, ക്വാളിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് മാനേഴ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഓൾഡ് മണി എസ്തെറ്റിക് എന്ന് പറയുന്നത്. സോ ഓൾഡ് മണി എസ്തെറ്റിക് എന്താണെന്നും അതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ള ചെറിയ വീഡിയോ ആണത്. സോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ്, ദിസ് ഇസ് റിയലി ടെക്സ്. സോ ഒരു ഓൾഡ് മണി എസ്തെറ്റിക് ലുക്കോ ഒരു ലൈഫ് സ്റ്റൈലോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുന്നത് ഫ്ലാഷി ട്രെൻഡ്സും അതുപോലെ തന്നെ ലൗഡ് ആയിട്ടുള്ള ലോഗോസ് ആയിട്ടുള്ള ഫാഷൻസും ആണ്. ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലോത്തിങ്സ്. വൈറ്റ് ഇടുക എന്നുണ്ടെങ്കിൽ ക്രിസ്പ് വൈറ്റ്, അതുപോലെ തന്നെ മ്യൂട്ടഡ് സെറ്റേഴ്സ്, ചീനോസ്, ഇങ്ങനത്തെ ക്വാളിറ്റി ഐറ്റംസ് വിയർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഓൾഡ് മണി എസ്തെറ്റിക് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിച്ച് ടച്ച് എപ്പോഴും നമ്മൾ ഔട്ട്ഫിറ്റിൽ നമ്മൾ കൊണ്ടുവരികയും വേണം. പക്ഷെ നമ്മുടെ ഔട്ട്ഫിറ്റ് ആ ഒരു റിച്ച്നെസ് വിളിച്ച് പറയാത്ത രീതിയിലുള്ള കാമായിട്ടും ക്വയറ്റായിട്ടുള്ള നല്ല പൊളൈറ്റ് ആയിട്ടുള്ള നല്ല ഡ്രസ്സസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും വിയർ ചെയ്യുന്നത്. നമ്മളൊരു ഔട്ട്ഫിറ്റ് ആയാലും നമ്മുടെ ലുക്ക് ആയാലും നമ്മുടെ സ്റ്റൈലായാലും നമുക്കതിന് സ്പൈസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ആക്സസറീസ് എന്ന് പറയുന്നത്. സോ ഓൾഡ് മണിയിലോട്ട് വരുമ്പോൾ നമ്മളൊരു ആക്സസറി സെലക്ട് ചെയ്യുമ്പോൾ ആ ഓരോ ആക്സസറിക്കും ഓരോ കഥ പറയാനുണ്ടായിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മളൊരു ആക്സസറീസ് ചൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ ഫാമിലി ഹെവി റിംഗ്, അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഗോൾഡ് ചെയിൻ വാച്ച്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ സിൽവർ കാർ വാച്ച്, അല്ലെങ്കിൽ ഒരു ലെതർ ബ്രീഫ് കേസ്, അങ്ങനത്തെ വളരെ മിനിമലും അതുപോലെ തന്നെ ഒരു ടൈംലെസ് സ്റ്റൈൽ ആയിരിക്കണം, അല്ലെങ്കിൽ ടൈംലെസ് ആക്സസറീസ് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓൾഡ് മണി എന്ന് പറയുന്ന ലുക്ക് മാത്രമല്ല. നമ്മൾ ലൈഫ് സ്റ്റൈൽസിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെസ്പെക്ട് എവരി വൺ. ഈവൻ എ ഡോർമാൻ ആണെങ്കിൽ കൂടെ നമ്മൾ റെസ്പെക്ട് ചെയ്തിരിക്കണം. നമ്മുടെ പൊളൈറ്റ് മാനേഴ്സ്, സെൽഫ് അഷ്വേർഡ്, അത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഓൾഡ് മണി ലുക്കിൽ നിങ്ങൾ റോക്ക് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കോൺഫിഡൻസിലും അതുപോലെ തന്നെ ടൈംലെസ് ആയിട്ടുള്ള സ്റ്റൈൽസിലും ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓൾഡ് മണി എസ്തെറ്റിക്കിലോട്ട് കിടക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് ഓൾഡ് മണി എന്ന് പറയുന്ന റിച്ച് കൾച്ചർ തന്നെയാണ്. ഒരു ലോങ് ടൈമിന് നമ്മൾ റിച്ച് ആയിട്ടിരിക്കുന്ന ഒരാളെന്ന രീതിയിലും അത് വെൽത്ത് ഷോ ഓഫ് അല്ലാത്ത രീതിയിൽ നമ്മൾ ഗ്രേസോടെ അത് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും നമ്മളത് ബിഹേവ് ചെയ്യുമ്പോഴാണ് അത് ഓൾഡ് മണി സ്റ്റൈലായിട്ട് മാറുന്നത്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈംലെസ് നോവൽ ക്യാരക്ടർ പോലെ നമ്മൾ എവിടെ ചെന്നാലും എവിടെ പോയാലും നമ്മുടെ ആ ഇംപ്രഷൻ എപ്പോഴും ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓൾഡ് മണി ലൈഫ് സ്റ്റൈൽസിനെ കുറിച്ചായാലും ഓൾഡ് മണി ഫാഷൻസിനെ കുറിച്ചായാലും ഐറ്റംസിനെ കുറിച്ചായാലും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ പറയും. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. അത് നിങ്ങളുടെ ലൈക്കിലൂടെ എന്നെ അറിയിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് റിയലി ടെക്സ് സൈനിങ് ഓഫ്.